ഇന്ന് ആഗസ്റ്റ് 3-ാം തീയതി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉണ്ണികളുടെ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അതേ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഇത് തലേദിവസമാണ്, അതായത് ആഗസ്റ്റ് 2 നൈറ്റ് ഒരു 8:30 ടൈം, ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ ഡെക്കോർ സ്റ്റാർട്ട് ചെയ്തത്. 10:30 കേക്ക് കട്ട് ചെയ്യാന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണ് നമ്മൾ ഡെക്കോറും കാര്യങ്ങളൊക്കെ 8:30 കൂടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു 10:15 കൂടിയിട്ടൊക്കെ നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോഴേക്കും നമ്മുടെ കസിൻസ് വന്നായിരുന്നു. അപ്പോൾ അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോയത്. അപ്പോൾ കേക്ക് വാങ്ങിക്കാൻ നമ്മൾ ഇതേ കാറിൽ പോവാണ്. നമ്മൾ ഈ പ്രാവശ്യം കേക്ക് വാങ്ങിക്കുന്നത് ഒക്കേഷനിലാണ്. ഈ പ്രാവശ്യം മാത്രമല്ല, പല പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചു നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് നമുക്ക് ഏത് സെലക്ട് ചെയ്യേണ്ടത് നല്ല കൺഫ്യൂഷനായിരുന്നു. അവസാനം നമ്മൾ ചോക്ലേറ്റിലേക്ക് തന്നെ വന്ന് വീണു. അങ്ങനെയാണല്ലോ അത്. അപ്പോൾ ബട്ടർ സ്കോച്ച് പ്ലസ് ചോക്ലേറ്റ് അതായിരുന്നു കേട്ടോ കേക്ക്. നൈറ്റ് ആകുമ്പോൾ ഇവന്മാർ ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പ്ലാൻ വന്നത് കേട്ടോ. രണ്ടു പേർക്കും കേക്ക് കണ്ടപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യണം, കഴിക്കണം. ഇതാണ് രണ്ടു പേരുടെയും മനസ്സിൽ. ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. അപ്പൂസിനും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര മധുരം ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇഷ്ടമാണ്. നല്ലോണം കഴിക്കുകയും ചെയ്യും കേക്കൊക്കെ. അങ്ങനെ കേക്കും കാര്യങ്ങളും ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മളിനി ഫോട്ടോ സെഷനിലേക്ക് കിടക്കാം. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഡ്രൈവ് പോകാമെന്ന്. അങ്ങനെ ഡ്രൈവ് പോയി ഞങ്ങൾ കരാമ വരെ എത്തി. അതങ്ങനെയാണ്, എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് കരാമ വരെ ഒന്ന് പോകാൻ. കരാമ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വികാരമാണെന്ന് പറയാം. അത് മിക്കവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഈ ദുബായിലുള്ളവർക്ക് കരാമ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണ്. ഒരു തറവാട്ടി പോണ പോലത്തെ ഒരു ഫീലൊക്കെയാണ് കേട്ടോ കരാമയിൽ നമുക്ക് ചെല്ലുമ്പോൾ. പക്ഷേ ടൈം ഭയങ്കരമായിട്ട് വൈകിയത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇത് നോക്കിയേ, ഞാൻ സൂം ചെയ്യണതാണ് നമ്മുടെ ഫ്രെയിം, ദുബായ് ഫ്രെയിം കേട്ടോ. ഹലോ, അപ്പോൾ ഇന്ന് ആഗസ്റ്റ് 3 ഉണ്ണികളുടെ ബർത്ത്ഡേ. അപ്പോൾ ഇന്നലെ നമ്മൾ കേക്ക് കട്ട് ചെയ്യലും സെലിബ്രേഷൻസും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഫുഡ് അടിയാണ് മെയിനായിട്ട്. അപ്പോൾ ലഞ്ച് സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പ്ലസ് നമുക്ക് വൈകിട്ട് ഈവനിങ് ആകുമ്പോൾ നമുക്ക് ഇവരെ കൂട്ടിയിട്ടൊന്ന് പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വരാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് മൊത്തം. അപ്പം ഞാൻ ജസ്റ്റ്
ജസ്റ്റ് ഇൻട്രോയിൽ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞത് ഇതിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നു. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ മെനു എന്ന് പറയണത് സിമ്പിളാണ്. നെയ്ച്ചോറ്, ചിക്കൻ കറി, ബീഫ് ഫ്രൈ ചെയ്തത്, അത്രയേ ഉള്ളൂ. ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ വരട്ടിയെടുത്തത്. അപ്പോൾ ബീഫിൻ്റെ പ്രിപ്പറേഷനാണ് ദേ ഈ കാണുന്നത്. ഞാൻ ഫുള്ളൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ട് എടുത്തിട്ടുള്ളൂ. അതൊന്നുമില്ല, ബീഫ് ഞാൻ വേവിക്കുക. നമ്മൾ പൊടികളൊക്കെ ഇട്ട് വേവിച്ച ബീഫ് എടുത്തിട്ട് ഈ സബോള വാട്ടിയിട്ടുള്ളതിലേക്ക് നമ്മളിതിലിട്ട് നന്നായി വഴറ്റി എടുക്കണം. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ കുരുമുളകൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ താരം ഇന്നത്തെ നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് സിമ്പിളാണ് നെയ്ച്ചോറ്. അപ്പോൾ പിന്നെ നെയ്ച്ചോറ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നെയ്ച്ചോറിന് അതേ നമ്മൾ കാണുന്ന ഇത് സ്പൈസസ് ഒക്കെ ആദ്യം ഇട്ടിട്ട് പിന്നെ നമ്മൾ സബോള വാട്ടാം. ചെറുതായി വാടി വരുമ്പോൾ നമ്മൾ റൈസ് നമ്മൾ കുതിർത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാറ്റിയത് അത് നമ്മൾ നെയ്യിലിട്ടിട്ട് ഇങ്ങനെ നന്നായി ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒരു റോസ്റ്റ് പോലെ ചെയ്തിട്ടാണ് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം നമ്മൾ എപ്പോഴും പറയണ വേവ് തന്നെയാണ്. അതായത് ഒരു ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കിയിട്ടുണ്ട്. ആ ചൂടാക്കിയ വെള്ളം ഞാനിതിലേക്ക് ഒഴിക്കും. ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് നാരങ്ങ ഒഴിക്കും. അത് അരി ഒട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ നമ്മൾ ഒഴിക്കും. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇടാൻ ആ സമയത്ത് അത് കഴിഞ്ഞ് അത് മൂടി വയ്ക്കുക. അങ്ങോട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ വേവ്, അതായത് വേവ് എന്ന് പറയുന്നത് നമുക്കറിയാം, വെള്ളം വറ്റി പോകുമ്പോൾ അത് വെന്തുണ്ടാവും. അഥവാ വെന്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ മൂടി ഇത്തിരി നേരം വെക്കുമ്പോൾ തന്നെത്താൻ വെന്തോളൂ. അത് അങ്ങനെയാണ്. സിമ്പിളാണ് നെയ്ച്ചോറ് കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. പിന്നെ ചിക്കൻ കറിയുടെ ഒന്നും ഞാൻ കാണിക്കണില്ല എങ്ങനെയാണ് വെക്കണേന്ന്, കാരണം എൻ്റെ ചാനലിൽ തന്നെ ഞാൻ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും കാണിക്കണില്ല. ഇത് നെയ്ച്ചോറ് ഞാൻ വെന്ത് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത് കേട്ടോ. ടേസ്റ്റും കൊള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ചിക്കൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു. ചിക്കൻ നമ്മൾ ഗ്രേവി ടൈപ്പായിട്ട് തന്നെയാണ് വെച്ചത്, നെയ്ച്ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ. പിന്നെ നമ്മുടെ ബീഫ് വഴറ്റിയത് ഉണ്ട്. പിന്നെ സർലാസ്. അങ്ങനെ നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. കസിൻസ് 2 പേര് വന്നവരുണ്ട്, പിന്നെ നമ്മളുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെച്ചു. ചിക്കൻ കറി, നെയ്ച്ചോറ്, ബീഫ്, സർലാസ്, അച്ചാർ. അത്ര. ഹായ്, ഹലോ. അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. കുട്ടന്മാരുടെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് പള്ളിയിൽ പോകാം. നമുക്ക് പള്ളിയിൽ പോവാം. അങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം ഡ്രസ്സ് തന്നെയാണ്, പുതിയ ഡ്രസ്സ് തന്നെയാണ് ഇടിപ്പിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കാറിൽ കയറി ദുബായ് പള്ളിയിലേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 6 മണിക്ക് ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ ഫുള്ളായിരുന്നു പാർക്കിങ്ങൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയില്ല. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് പാർക്കിംഗ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ കയറാൻ പോകുമ്പോൾ ഇവർക്ക് മടുപ്പായി കാറിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട്. എന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോ പിന്നെ പള്ളിയിലെത്തിയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല എനിക്ക്, കാരണം ഉണ്ണികളെ എടുക്കേണ്ട വന്നു. ഒരാളെ ഞാനെടുത്തു, ഒരാളെ ചേട്ടനെടുത്തു. അങ്ങനെ എടുത്തിട്ടാണ് നടന്നു വന്നതും ഇങ്ങോട്ട് പോകുന്നതൊക്കെ. അപ്പോൾ അത്രയുള്ള വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.